നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടുക്കി വെള്ളത്തൂവലിൽ വീടിന് തീപിടിച്ച ഒരാൾക്ക് ദാരുണാന്ത്യം. വെള്ളത്തൂവൽ സ്വദേശി വിക്രമന്റെ വീടിനാണ് തീപിടിച്ചത്. പക്ഷേ തീപിടുത്തത്തിൽ ആരാണ് മരിച്ചതെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തിയത്. കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ മരിച്ചത് ആരാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇന്നലെ രാത്രിയാണ് സംഭവം ഉണ്ടായത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത്. തുടർന്ന് പരിശോധന നടത്തിയപ്പോൾ മൃതദേഹം കണ്ടെത്തി. സംഭവത്തിൽ വെള്ളത്തൂവൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മൃതദേഹം പൂർണ്ണമായി കത്തിക്കരിഞ്ഞ നിലയിലാണെന്ന് പോലീസ് അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ ആളെ തിരിച്ചറിയാൻ കഴിയുമെന്നും പോലീസ് വ്യക്തമാക്കി. ഇനി നമുക്ക് പത്തനാപുരത്ത് നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകാം. KSRTC ബസ്സിൽ ദേഹാസ്വാസ്ഥ്യമുണ്ടായ യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിക്കാതെ വഴിയിലിറക്കിയതിനെ തുടർന്ന് ചികിത്സ കിട്ടാതെ ദാരുണാന്ത്യം. പിറവന്തൂർ സ്വദേശി നാരായണനാണ് ബസ്സിൽ നിന്നിറങ്ങി റോഡിൽ മണിക്കൂറുകൾ കിടന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കാഞ്ഞതിനെ തുടർന്ന് ദാരുണാന്ത്യം സംഭവിച്ചത്. ഈ സമയം ഒട്ടേറെ വാഹനങ്ങൾ ഇതുവഴി കടന്നുപോയിരുന്നുവെന്ന് പരിസരവാസികൾ പറയുന്നു. ബസ് തിരികെ ഓടിച്ച് നാരായണൻ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമവും ഉണ്ടായില്ല. സംഭവം അറിഞ്ഞ് നാട്ടുകാർ കൂടിയ ശേഷം ഇതുവഴി എത്തിയ വനംവകുപ്പിന്റെ വാഹനത്തിൽ പുനരൂരിലേക്ക് കൊണ്ടുപോയെങ്കിലും ഓലപ്പാറ എത്തും മുൻപ് മരണം സംഭവിക്കുകയായിരുന്നു. ആദ്യം എത്തിയ വനംവകുപ്പ് വാഹനത്തിൽ സ്ഥലമില്ലെന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ലെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. 4 ദിവസമായി ശ്വാസമുട്ടൽ മൂലം അസ്വസ്ഥത അനുഭവപ്പെട്ട നാരായണൻ രാവിലെ പുനരൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി. ചികിത്സ നടത്തി മടങ്ങുമ്പോഴായിരുന്നു സംഭവം. ഉച്ചയ്ക്ക് 1:30 പുനരൂരിൽ നിന്ന് അച്ചൻകോവിലേക്കുള്ള ബസ്സിൽ പോകുമ്പോൾ മഹാദേവർ മണ്ണിലാണ് ആദ്യം അസ്വസ്ഥതയുണ്ടായത്. നാരായണന്റെ കയ്യിലെ ബാഗിലുണ്ടായിരുന്ന ഗുളികയെടുത്ത് ബസ് ഡ്രൈവർ നൽകിയെങ്കിലും ബസ് വനത്തിലേക്ക് പ്രവേശിച്ചതോടെ വീണ്ടും ശ്വാസമുട്ടൽ ഉണ്ടാവുകയായിരുന്നു. കോട്ടക്കയം അമ്പലത്തിന് സമീപം എത്തിയപ്പോൾ ശരീരം തളർന്നു വീഴുന്ന അവസ്ഥയിലേക്ക് എത്തിയ നാരായണൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയെന്നാണ് സഹയാത്രികർ പറയുന്നത്. റോഡ് വക്കിൽ മണിക്കൂറോളം ഇരുന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അച്ചൻകോവിൽ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബസ് ആശുപത്രികളുള്ള പത്തനാപുരം, പുനലൂർ ഭാഗങ്ങളിലേക്ക് തിരികെ നാരായണനെയും കൊണ്ടുപോകാതെ മറ്റേതെങ്കിലും വാഹനം വരുന്നതിനായി കാത്തുകിടന്നു. ഇതാണ് ഇവിടെ വലിയൊരു വീഴ്ച സംഭവിച്ചു എന്നതിന് ഏറ്റവും ഉദാഹരണമായി ഈ കാത്തിരിപ്പ് മാറിയിരിക്കുകയാണ്. ഈ കാത്തിരുന്ന സമയം കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നു എന്നാണ് നിലവിലെ നിഗമനം. എന്തായാലും അത്തരത്തിലുള്ള ശ്രമമൊന്നും ഉണ്ടായില്ല എന്ന ഒരു ആരോപണം ശക്തമാവുന്നുണ്ട്. ഏറെ നേരം കഴിഞ്ഞിട്ട് വാഹനങ്ങളൊന്നും വരാത്തതിനെ തുടർന്ന് സമീപത്തെ വനംവകുപ്പ് ഓഫീസിൽ അറിയിച്ച് വാഹനം വരുത്താമെന്ന യാത്രക്കാരിൽ ചിലരുടെ നിർദ്ദേശം കണക്കിലെടുത്ത് ബസ് അച്ചൻകോവിലേക്ക് പോവുകയായിരുന്നു. സംഭവത്തിൽ KSRTC ജീവനക്കാരുടെ ഒരു പ്രതികരണം കൂടി അറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ദൗർഭാഗ്യകരമായ ഒരു സംഭവം കൂടി അരങ്ങേറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.